കിട്ടിയില്ലല്ലേ? കിട്ടിയില്ല. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചെറങ്ങനെയുള്ള മദേഴ്സ് ഫാമിലി ഫുഡ്സിലാണ്. തോമസ് ചേട്ടൻ്റെ പണി നിൽക്കണത്. തോമസ് ചേട്ടാ, എങ്ങനെയാണ് ഞാൻ 80 രൂപയ്ക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മള് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ സ്വന്തം മുറിയാണ്. പണിയെടുക്കണതൊക്കെ ഞാനും എന്റെ വൈഫും അപ്പച്ചനും അമ്മച്ചും കൂടിയാണ്. വേറെ പണിക്കാരൊന്നുമില്ല. അത് കാരണം നമുക്ക് ഈ റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 2 പീസ് ചിക്കനും എഗ്ഗും അത്യാവശ്യം റൈസും നമ്മള് എഗ്ഗും ഉണ്ടല്ലേ? അപ്പൊ സാലഡും അച്ചാറും എല്ലാം ഉണ്ട്. നമ്മള് ആദ്യം തുടങ്ങിയത് നമ്മള് 100 രൂപയാണ് ആദ്യം തുടങ്ങിയത്. പിന്നീട് പ്രളയത്തിന്റെ ഒക്കെ സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാനത് 70 രൂപയാക്കി. 70 രൂപയ്ക്ക് ഞാനൊരു 4 കൊല്ലത്തോളം ഞാൻ 70 രൂപയ്ക്ക് കൊടുത്തു. അതിനുശേഷമാണ് 80 രൂപയാക്കിയത്. എന്റെ 16ാമത്തെ വയസ്സിൽ ഞാനിവിടെ തട്ടുകടയായിട്ട് തുടങ്ങിയതാണ്. ആ തട്ടുകടയുടെ ഫോട്ടോ ബാക്കിലുള്ളത്. അപ്പൊ നമ്മുടെ ടൈമിംഗ് 8 മണിയാകുമ്പോൾ ഞങ്ങൾ തുറക്കും. നമ്മള് കാലത്ത് കഞ്ഞിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ്, ഹോംലി ഫുഡാണല്ലോ. വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. നമ്മുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവരും. അത് കഞ്ഞി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു 10-10 ആകുമ്പോ കഞ്ഞി കഴിയും. ബിരിയാണി കാലത്ത് 10 ആകുമ്പോ പിന്നെ 10 തുടങ്ങി ബിരിയാണി അതൊരു 1 മണി 1:30 വരെ ആകുമ്പോ മിക്കതും തീരും. അപ്പൊ മാക്സിമം എല്ലാവരും നേരത്തെ അല്ല സാധനം തീർന്നു. ചേട്ടാ, നമ്മുടെ കടയുടെ ലൊക്കേഷൻ ഇപ്പൊ എവിടെ? ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ വലതുവശത്തും ഹൈവേ മേൽപ്പാലത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്താണ്. നല്ല ബിരിയാണി.